ആരാധിച്ച ഒരു ഭൂമി, ഇന്ത്യയിലെ മുസ്ലിങ്ങൾ ആരാധിച്ച ഒരു പള്ളി, ഒരു മസ്ജിദ് തകർത്തെടുത്ത് പണിത രാമക്ഷേത്രം. ഇന്ത്യയുടെ സുപ്രീം കോടതി വളരെ കൃത്യമായി പറഞ്ഞു, അവിടെ ഒരു ക്ഷേത്രവും തകർത്തിട്ടില്ല, അവിടെ മറ്റാരാധനാലയം തകർത്തിട്ടല്ല പള്ളി ഉണ്ടായത്, അവിടെ എന്ന് കൃത്യമായിട്ട് അതിന് ഇന്ത്യയിലെ പരമോന്നത നീതിപീഠം വിധി കൽപ്പിച്ചതാണ് നമുക്കറിയാം. പക്ഷേ രാജ്യത്തിന്റെ വ്യവസ്ഥിതി എങ്ങനെയായതുകൊണ്ട് സുപ്രീം കോടതിയിൽ ഈ രാജ്യത്തിലെ സംഘപരിവാറിന് വിട്ടുകൊടുത്തു. സംഘപരിവാർ അവിടെ രാമക്ഷേത്രം പണിയുകയും, പ്രിയമുള്ളവരെ, നമ്മുടെ നാട്ടിലെ നമ്മുടെ പ്രധാനപ്പെട്ട മുസ്ലിം രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ നായകൻ പറയുകയാണ്, ഇത് മതേതരത്വത്തിന്റെ മഹനീയ മാതൃകയാണ്. ഡിസംബർ 6 ആ കരുത്ത ദിനങ്ങളിലേക്ക് നിങ്ങളൊന്ന് ഓർമ്മിച്ചു നോക്കൂ പ്രിയമുള്ളവരെ. രാജ്യത്ത് ബാബറി മസ്ജിദിന്റെ താഴ്ക്കപ്പെടുന്ന ഡിസംബർ 6 92 ഡിസംബർ 6 ആ കറുത്ത ദിനത്തിൽ തകർത്തെറിയുമ്പോ ബാബറി മസ്ജിദ് മാത്രമായിരുന്നില്ല, ആയിരക്കണക്കിന് പള്ളികളെന്ന് തകർക്കപ്പെട്ടു. ഇന്ത്യയിലെ തെരുവോരങ്ങളിൽ മുസ്ലിം രക്തം ചാലിട്ടൊഴുകിയത് നമ്മൾ കണ്ടു. ബാൽതാക്കറയുടെ കിങ്കരന്മാർ 2000-ലധികം മുസ്ലിങ്ങളെ കൊന്നൊടുക്കിയ ആ കലാപത്തിന്റെ നാളുകൾ, പാണക്കാട് സാദിഖലി ശിഹാബ് തങ്ങൾക്ക് അത് മതേതരത്വത്തിന്റെ മഹനീയ മാതൃകയാണെങ്കിൽ, സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യക്കും ഈ രാജ്യത്തിലെ മതേതര വിശ്വാസികൾക്കും ഈ രാജ്യത്തിലെ ഏറ്റവും വലിയ കറുത്ത ദിനമാണ് ഡിസംബർ 6 ഓർമ്മപ്പെടുത്താൻ ഞാൻ ഈ സമയം ഓർമ്മിക്കുകയാണ്. ഇത്തരം ഒറ്റുകാരോടൊപ്പം, സമുദായത്തിന്റെ ഒറ്റുകാരോടൊപ്പം സഞ്ചരിച്ചുകൊണ്ട് നമുക്ക് സംഘപരിവാർ ഇറക്കുന്ന റിപ്പോർട്ടുകളിലേക്ക് നടന്നു പോകേണ്ടി വന്നാൽ അതിനൊരിക്കലും നമുക്ക് ഇവരെ കുറ്റപ്പെടുത്താൻ കഴിയില്ല. സ്വയം ബോധം തിരിച്ചറിഞ്ഞുകൊണ്ട്, സ്വയം ബോധ്യപ്പെട്ടുകൊണ്ട്, ഈ രാജ്യത്ത് വരാൻ പോകുന്ന സാഹചര്യങ്ങൾ തിരിച്ചറിഞ്ഞുകൊണ്ട്